കണ്ടില്ലേ, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഇറച്ചിക്കടയിൽ ആടിനെ പോലെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ? ഇവളെ ഞാൻ എപ്പോഴേ കൊന്ന് തള്ളിയനെ. അന്ന് നിന്റെ കാമുകയെ ഞാൻ കൊന്നപ്പോ നീ കരഞ്ഞു നിലവിളിച്ചില്ലേ? അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ നിന്റെ ചേച്ചിയുടെ തല ഞാൻ പൊട്ടിത്തെറിപ്പിക്കും. അത് കണ്ട് നീ കരയണം. അത് കണ്ടിട്ട് എനിക്ക് സന്തോഷിക്കണം. കണ്ടോ നീ? അവനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഇന്ന് ഞാൻ വെറുതെ വിടില്ല. ശിവ, No, Vijay. Vijay, no, please, don't kill him. Vijay, I said no. Listen to me. നിനക്ക് പറ്റുന്നിടത്തോളം നീ ഓട്. അവസാനം നീ തന്നെ തലതല്ലി ചാവ്. എന്റെ ചേച്ചി നീ സ്വയം തൂങ്ങി ചത്തതാണെന്നും പറഞ്ഞ കേസ് അങ്ങ് ക്ലോസ് ചെയ്തോളും. നീയൊക്കെ കൊഴുത്ത് ചാവേണ്ടവെന്ന് വേണ്ട വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. ഇവനാണ് സർ ജഗന്നാഥനെ കൊന്നത്. അയാളെ മാത്രമല്ല, അയാളുടെ കൂടെയുള്ള രണ്ടുപേരെയും കൊന്നത് ഇവൻ തന്നെയാണ്. കൊല ചെയ്യുന്ന ഇവനൊരു നേരം പോക്കാ. മറ്റുള്ളവരുടെ ജീവൻ ഇവന് വെറും കളിപ്പാവയാ. സർ സർ ഇവൻ തന്നെയാണ് സർ ജഗന്നാഥനെ കൊന്നത്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാനാ സാക്ഷി. ഞാൻ മാത്രമല്ല, മാഡവും കണ്ടതാ. കണ്ടതാ. സർ മാഡം, പറയും മാഡം. ഇങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? പറയും മാഡം. താനൊന്ന് കാമാവ്. അവൻ തന്നെയല്ല സമ്മതിച്ചോളും. പറയടാ. എന്താ പറയണ്ട ചേച്ചി? ഞാൻ പറയാളിയാ, ചേച്ചി നിന്നെ കഷ്ടപ്പെട്ടല്ലേ വളർത്തിയത്. ധൈര്യമായിട്ട് പറയേ, നമ്മുടെ കമ്മീഷണർ സാറല്ലേ. ഓഹോ, ഷട്ട് അപ്പ്. ശരി ചേച്ചി. നടന്നെന്താന്ന് പറഞ്ഞേ? എന്താ ചേച്ചി നടന്നത്? നീ അവിടേക്ക് വന്നത്, എല്ലാവരും തല്ലി കൊന്നത്, ജഗന്നാഥന്റെ കഴുത്തിൽ കയറിട്ട് അയാളെ തള്ളിയിട്ടത് എല്ലാം പറയടാ. ആരടി ജഗന്നാഥൻ? മച്ചനെ, 24 മണിക്കൂർ നമ്മുടെ ക്ലാസ്സിലെ ലാലിയോട് ഫോണിൽ സംസാരിക്കുന്ന ഒരുത്തനില്ലേ, അവന്റെ ആളായിരിക്കും. നോ കോമഡി. മച്ചാനെ, ഇത് കോമഡിയാണെന്ന് വിചാരിച്ചടാ. സൈലൻസ്. താൻ എന്തായി ചെയ്യുന്നേ? സാറിനല്ലേ സൈലന്റ് എന്ന് പറഞ്ഞത്, അപ്പൊ സൈലന്റ് മോഡ് ആക്കാന്ന് വിചാരിച്ചു. നോൺസെൻസ്. ആ മോഡൊന്നും ഇല്ല സാറേ. ഇഡിയറ്റ്. ആനന്ദ് സാറേ, സാറിനെ വിളിക്കുന്നു. ഇവന്മാർ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ കളിപ്പിക്കാ സാറേ. ഇവൻ തന്നെ കൊന്ന്, ഇവൻ തന്നെയാണ് കൊന്ന്. സർ, ഞാൻ എന്റെ കണ്ണോട് കണ്ടോ സർ. ഇനി ഏത് സാക്ഷിയാ വേണ്ട സർ? പറയൂ സർ. കൗസല്യ, ഇതൊക്കെ താൻ കണ്ടത് തന്നെയാണോ? യെസ് സർ, ഞാൻ കണ്ടതാണ്. കൊന്നത് ഇവൻ തന്നെയാ. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? എന്റെ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ തല കറങ്ങുന്നു. തലകറങ്ങാണെങ്കിലേ അതിനുള്ള മരുന്ന് കഴിച്ചാൽ മതി. നീ പോയി മേടിച്ചോണ്ട് വരുവോ? സാറേ, ഇത് ഹെൽപ്പിന് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. അവർക്ക് വല്ല സംശയം തോന്നിയാൽ നമ്മൾ മൊത്തത്തിൽ പെടും. നീ അങ്ങോട്ട് മാറി നിൽക്കും. ഓക്കെ സാർ, ഇന്നലെ രാവിലെ ഈ പയ്യനെ മാഡം ജയിലിലേക്ക് കൊണ്ടുവന്നു. ഭയങ്കര ക്രിമിനലാണ്, 2 മർഡർ ചെയ്തിട്ടുണ്ടോ, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അവന് ഒരു കാരണവശാലും പുറത്തു വിടാൻ പാടില്ല എന്നായിരുന്നു നിർദ്ദേശം. ഞാൻ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അവനെ കൊണ്ടുപോയി അകത്തിട്ടത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞു അവനെ തുറന്നു വിടാൻ. ഞാൻ തുറന്നു വിടുകയും ചെയ്തു. ശരിയല്ലേ മാഡം? ഇതാണ് ഫാക്റ്റ്. അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് സാറേ അവൻ പോയാണ് കൊലപാതകം നടത്തിയതെന്ന് ഈ മാഡം പറഞ്ഞുണ്ടാക്കുന്നത്? നേരിട്ട് കണ്ടതാണെന്ന് ഈ സാറും പറയുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാലല്ലേ
എനിക്ക് സമ്മതിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇന്നലെ അവൻ രക്ഷപ്പെടാൻ എസ്കേപ്പ് ആകാൻ ഒരു ശ്രമം നടത്തി. അവന്റെ മുഖം നോക്കി ഞാൻ ഇടിച്ചിടിച്ചിടിച്ച ഇതേ കണ്ടില്ല സാറേ. നീ അടി കൊണ്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചത് മൊത്തം കേസും കയ്യിൽ നിന്ന് പോകുന്ന. പക്ഷെ സിനിമ കഥ പോലെ സാധനം പോകുന്ന പോക്ക് കണ്ട. എന്തൊക്കെ പറഞ്ഞാലും എക്സ്പീരിയൻസ് തന്നെയാ. ഇതൊക്കെ നോണയാണോ സാറേ? ചുമ്മാ ഓരോ കഥയുണ്ടാക്കി പറയാതെ നിങ്ങൾ തന്നെ ഇവനെ പുറത്തിറക്കിയേ. മിസ്റ്റർ ആനന്ദ്, നിങ്ങൾ ഷൗട്ട് ചെയ്തെന്ന് വിചാരിച്ച് ഇതൊന്നും സത്യമാകാൻ പോകുന്നില്ല. സത്യങ്ങൾ കള്ളവുമാവില്ല. സാറിന് ഓർമ്മയുണ്ടോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ സാറും ഒരു ജയിലിലെ ജയിലറായിരുന്നു. അതെ. അപ്പോ 3 കുറ്റവാളികൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ നിൽക്കുന്ന പയ്യന്റെ കാമുകിയെ കൊന്നുകളഞ്ഞു. കറക്റ്റ് അല്ലേ? ഓ, കറക്റ്റ് ആണല്ലേ? ഇല്ല ഇല്ല ഇല്ല, ശരി, കറക്റ്റ് അല്ല. പക്ഷേ ഈ നിൽക്കുന്ന പയ്യൻ എന്താ ചെയ്തെന്നറിയോ? നിങ്ങളാണ് ആ 3 കുറ്റവാളികളെയും തുറന്നു വിട്ടിട്ട് ഇവന്റെ കാമുകിയെ കൊന്നതെന്ന് കംപ്ലൈന്റ് ചെയ്തു. പക്ഷെ നിങ്ങളാണെങ്കിലോ ഇല്ല, ആ 3 പേരും ജയിലിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്തു. താങ്കളുടെ നിരപരാധിത്വം തെളിയിച്ചു. അതെ. താങ്കളെ പോലെ തന്നെയാണ് ഞാനും ഇവരെ അകത്തിട്ടത്. താങ്കളെ പോലെ തന്നെ ഡബിൾ ലോക്ക് വിട്ടു. താങ്കളെ പോലെ തന്നെ അകത്തേക്ക് ഭക്ഷണവും കൊടുത്തു. അന്ന് സാർ എന്തൊക്കെയാണോ ചെയ്തത് അത് തന്നെയാണ് ഞാനും ഇവിടെ ചെയ്തത്. ഈ കാര്യത്തില് സാറ് തന്നെയാണ് എന്റെ ഗുരുവേ ശരണം. നോക്കടാ, പുള്ളി എന്തൊരു പെർഫോമൻസ് ആണെന്ന് കണ്ടോ? വൺസ് അഗൈൻ ഹി പ്രൂവ്ഡ് ഹിസ് എക്സ്പീരിയൻസ്. ഹലോ സർ, ഞാനിത് OCC ബാങ്കിൽ നിന്നാ വിളിക്കുന്നത്. സാറിന് ലോൺ എന്തെങ്കിലും വേണോ? ഫോൺ വെക്കണേ. അപ്പോ ഇവൻ ജയിലിൽ തന്നെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. പറയുന്നതല്ല സർ, അതാണ് ഫാക്ട്. ആസ് പെർ ജയിൽ റെക്കോർഡ്, ലാസ്റ്റ് 24 hours he was in the jail. സർ, കള്ളം പറയാ സർ. സാർ ഇയാൾ നുണ പറയാ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക് സാർ. ഈ കുട്ടി കള്ളം പറയില്ലല്ലോ. പറയില്ല. ഹലോ, ഈ ഗാനം നിങ്ങളുടെ കോളർ ട്യൂണായി സെറ്റ് ചെയ്യാൻ നമ്പർ 1 അമർത്തൂ. കൊച്ചെ നല്ല മോളല്ലേ? അതെ, എല്ലാം സത്യം പറയണേ. പറയാലോ. മോളെയും മോളുടെ അമ്മയെയും ആരാ അവിടെ വന്ന് രക്ഷിച്ചത്? ആരാണ് വന്ന് രക്ഷിച്ചത്? ഇനി സ്പൈഡർമാൻ വല്ലതായിരിക്കോ? ആ, അതാ ഞാനും ആലോചിച്ചേ. സ്പൈഡർമാനെ പോലെ കണ്ണാടിയൊക്കെ പൊട്ടിച്ച് അകത്തേക്ക് വന്നു. സ്പൈഡർമാനെ പോലെ ഫൈറ്റ് ചെയ്തു. സ്പൈഡർമാനെ പോലെ തന്നെ വില്ലന്മാരെ കൊന്നു കളഞ്ഞു. എന്നെ എന്റെ അമ്മയെ രക്ഷിച്ചിട്ട് സ്പൈഡർമാനിനെ പോലെ അവിടുന്ന് പറന്നു പോയി. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. ഇതുപോലുള്ള കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് കോണിന്നായാലും സ്പൈഡർമാൻ അവിടെ വന്ന കുട്ടികളെ രക്ഷിക്കും. അത് ലോകത്തിലെ നിയമമാണ്. നോ കോമഡി. എന്റെ അമ്മ സത്യമായിട്ട് കോമഡി അല്ല സാറേ. അപ്പോ ഈ കുട്ടി പറയുന്നത് കേട്ടിട്ട് ജഗന്നാഥനെ കൊന്നത് വിജയ് അല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവൻ തന്നെയാണ് സാർ അയാളെ കൊന്നത്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഞാൻ കണ്ടതാണ്. ഐ വിൽ പ്രൂവ് ഇറ്റ് സർ. ഞാൻ തെളിയിച്ചു തരാം. ആനന്ദ്, പ്ലീസ് സർ. ഇനി നീ പറയുന്നത് സത്യമാണെങ്കിൽ കൂടി കേസ് ഫയൽ ചെയ്ത് അത് കോടതി നിൽക്കില്ല. കാരണം കൊല നടക്കുന്ന സമയത്ത് അവൻ ജയിലിലായിരുന്നു എന്നുള്ളതിനുള്ള എവിഡൻസ് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, കൂൾ. സി കൗസല്യ, യെസ് സർ. സ്പൈഡർമാനെ പോലെ ആരോ ഒരാൾ വന്ന് ഈ കൊലപാതകം നടത്തിയിട്ടാണ് പോയത്. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ആ ജോലി ഞാൻ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. യു ഇൻവെസ്റ്റിഗേറ്റ് ദാറ്റ്. ഓക്കെ വിജയ്, യു ക്യാൻ ഗോ. താങ്ക് യു താങ്ക് യു സർ. സാറേ, സർ വിടല്ലേ സർ, അവർ പോവാണ് സർ. പ്ലീസ് സർ. സർ, സ്പൈഡർമാൻ ഒന്നുമല്ല സർ. പ്ലീസ്, അവര് പോകുന്നു സർ. സർ, ഞാൻ തെളിയിച്ചു തരാം. ഇവൻ തന്നെയാണ് കൊന്നത്. ഞാൻ തെളിയിക്കും സർ. ഞാൻ കാണിച്ചു തരാം നിന്നെയൊക്കെ സർ. ഞാൻ നിന്നെ ഒന്നും വെറുതെ വിടില്ല. ഹലോ, ഇതാരുടെ പണിയാ? കഴിഞ്ഞ 60 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാ പറയുന്നത്. എല്ലാവർക്കും ഉള്ള പണി കൊടുത്തു. പക്ഷെ ഒറിജിനൽ വില്ലനെ വിട്ടുകളഞ്ഞല്ലോ എന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. കറക്റ്റായിട്ട് ആ പോച്ചല്ലോ നീ.